നമസ്കാരം. മലയാളത്തിൽ ലൈവിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഈ ദുരന്ത സ്ഥലത്ത് തന്നെയാണ്. ഈ കാണുന്ന പാലം, അന്ന് ഈ പാലം ഇവിടെ ഇല്ലായിരുന്നു. ഈ ദുരിതം ഉണ്ടായപ്പോ 30-40 കിലോമീറ്ററിന് അപ്പുറത്ത് വന്ന ലത്തീഫ് എന്ന ചേട്ടനാണ് ഈ പാലം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇവിടെ എത്തിച്ചത്. ഇപ്പൊ എന്താ ചേട്ടൻ നമ്മളോട് ശരിയാണ്. ചേട്ടൻ എവിടെ നിന്നാണ് പറഞ്ഞത്? ഇത് അറിഞ്ഞു വന്നതാണോ? ഇത് എത്തിക്കാനുള്ള എന്താണ് ഇവിടെ വിളിച്ച് പറഞ്ഞു ഈ പാലം നിർമ്മിക്കും? കണ്ടറിഞ്ഞു വന്നത് നമ്മുടെ റിസ്ക് തന്നെ നടന്നെന്നറിഞ്ഞപ്പോ പെട്ടെന്ന് അവിടുത്തെ സാധനങ്ങളായിട്ട് എന്താക്കിയതാണ് ഇങ്ങോട്ട് വന്നത്. അവരെ റിസ്ക് തന്നെ വന്നു. അപ്പോ ഇങ്ങോട്ട് ആർക്കും കടക്കാൻ കഴിയുന്നില്ല. അപ്പോ അദ്ദേഹം എന്തായി, ഇവിടെയുള്ള പട്ടാളത്തിന്റെ ആളുകളെ വിളിച്ചു, ഞമ്മളടുത്ത് സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പട്ടാളക്കാരനെ ഇവിടെ എന്താക്കിയത് സെറ്റ് ചെയ്തത്. ഇതിനു മുമ്പ് എവിടെയെങ്കിലും ഇതേപോലെ പാലം നിർമ്മിച്ചു കൊടുത്താണോ? പാലല്ല, മറ്റുള്ള ഓരോ ദുരന്ത സ്ഥലത്തല്ലാണ്ട് മരം മുറിക്കാൻ അങ്ങനത്തെ എല്ലാം മുറിച്ചു കൊടുക്കുന്നുണ്ട്. ജോലി എന്താ? സ്വന്തം ഫർണിച്ചർ വർക്കാണ്. അപ്പൊ ഇതൊരു വളരെ ദുഃഖകരമായ ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്തപ്പോൾ എന്ത് തോന്നുന്നു? നമുക്ക് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ മർക്കസില് കാന്തപുരം ഉസ്താദിന്റെ സ്ഥാപനത്തിൽ പഠിച്ചു. അവിടെ ഉസ്താദിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് വളർന്നു വന്ന ഒരു സുഹൃത്താണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാരൊക്കെ ഇപ്പോഴും കാന്തൂർ ഉസ്താദിന്റെ പിന്നിലായിട്ട് അണിയർന്നുകൊണ്ട് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്താണ്. ഈ പ്രദേശവാസി ഇങ്ങനെ ചെയ്തപ്പോൾ എന്ത് തോന്നുന്നു? ഇങ്ങനെ ചെയ്തപ്പോൾ ഇത് നമുക്ക് നൽകുന്ന ഒരു വലിയൊരു പാഠം എന്ന് വെച്ചാൽ നമുക്ക് നേതൃത്വം നൽകുന്ന നേതൃത്വം നമുക്ക് നൽകുന്ന ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പം അവിടെ ഓടിയെത്തുക, നമ്മെ കണ്ട് കഴിയുന്നത് എന്താണോ അത് ചെയ്തു കൊടുക്കുക. അതിനുവേണ്ടിയാണ് സന്നദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മാനന്തവാടി ഹോസ്പിറ്റൽ അതുപോലെ എല്ലാ ഹോസ്പിറ്റലും സ്ഥിരമായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. മാസത്തിലൊരിക്കൽ ഒരു വളണ്ടിയർക്ക് ഡ്യൂട്ടി ഉണ്ടാവും. അങ്ങനെ എല്ലാവരും കൃത്യമായി പോകുന്നു. ഒരു കാശോ കാര്യമൊന്നും ഇല്ലാതെ ഞങ്ങൾ സേവനം ചെയ്യുന്നു. കാന്തപുരം ഉസ്താദിന്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ ചെയ്തു പോരുന്നു. ഇതിപ്പോ കേരളത്തിൽ ജനങ്ങൾക്ക് വലിയൊരു കണ്ണീരിലുള്ള ദുഃഖവാർത്തയാണിത്. ഇങ്ങനൊരു ഈ രക്ഷാപ്രവർത്തനം നിങ്ങളെ പോലെ ഒരുപാട് പേരുണ്ട്. അതെ, ഞങ്ങളെ കൂടെ കുറെ പേരുണ്ട്. ഇവിടെയുണ്ട്, ഹോസ്പിറ്റലും അതുപോലെ ഇവിടെയും. എവിടത്തേക്കാണ് ഞങ്ങൾ നിർദ്ദേശം അടുത്തേക്ക് ഞങ്ങൾ പോയി ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന സ്ഥലം എന്ന് ഇത്രയും ദൂരം ഒന്നുമില്ലാതെ നിങ്ങളൊന്നും നമ്മള് സ്വന്തം റിസ്കിൽ അതിൽ നമുക്ക് സേവനം ചെയ്യുന്നതിന് ഒരു ഭക്ഷണം പോലും എന്താകാറില്ല, നമ്മൾ സ്വന്തം എടുക്കലാണ്. അപ്പൊ അത് നമ്മളെ സന്നദ്ധ സംഘടന എന്ന് പറഞ്ഞാൽ SYS, അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്നല്ല ഇന്ത്യയിൽ ഒട്ടുക്കും SYS-ഉം SSF-ഉം അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ജമാഅത്ത്, അതിന്റെ പിന്നിലായി പ്രവർത്തിക്കുന്ന പ്രവർത്തകര് എവിടെയാണോ വിളിക്കുന്നത് അവിടെ സാമ്പത്തികം നോക്കാറില്ല, മറ്റുള്ള കാര്യങ്ങൾ നോക്കാറില്ല. എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് എവിടെയാണോ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്നത് അവിടെ ഓടിയെത്തുക, എന്നിട്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. അതിലൂടെ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടും. നമ്മെ പോലെയുള്ള മജ്ജയും മാംസവും ഉള്ള ഒരു വിഭാഗം ആളുകൾ കഷ്ടപ്പെടുമ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എന്താക്കുന്നു, ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ നേതൃത്വം എന്താണോ പറയുന്നത് അത് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അവിടെ ഓടിയെത്തി എല്ലാം ചെയ്യലാണ്. ഇപ്പോ മേപ്പാടിയിൽ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോ ഉടനെ നമുക്ക് നിർദ്ദേശം കിട്ടി. നമ്മുടെ പ്രവർത്തകര് നാനാഭാഗത്തു നിന്നും, പാലക്കാട്, അതേപോലെ തന്നെ മൂവാറ്റുപുഴ, കോഴിക്കോട്, താമരശ്ശേരി, ഇങ്ങനെയുള്ള എല്ലാ ഭാഗത്തു നിന്നും നമ്മുടെ SYS-ന്റെ സാന്ത്വന വളണ്ടിയേഴ്സ് ഇപ്പൊ മേപ്പാടിയിൽ എത്തിയിട്ടുണ്ട്. മേപ്പാടിയില് ഉരുൾപൊട്ടൽ ഉണ്ടായത് ആ സമയം മുതൽ ഈ സമയം വരെ എല്ലാവരും ശക്തമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് എന്താണോ വേണ്ടത്, എവിടെയാണോ എത്തേണ്ടത് അവിടേക്ക് ഓടിയെത്തുക. തന്നാൽ കഴിയുന്ന സഹായങ്ങൾ, നമുക്ക് ദൈവം തന്ന ആരോഗ്യം, അത് സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ SYS സംഘം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഈ ഉരുൾപൊട്ട സ്ഥലത്തുണ്ടായിട്ടുണ്ട്. അത് അവര് ഒരുപാട് കയ്യും മെയ്യും മറന്ന് ഒരു പ്രതിഫലവും നോക്കാതെ തന്നെ ഇവർ സംഘം വന്നിട്ടുണ്ട്. അത് തന്നെ ഈ പാലം അതിനൊരു ഉദാഹരണമാണ്. സംഭവ സ്ഥലത്തിന് ക്യാമറമാൻ രാജീവിനൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്.